അപ്പോ നമ്മൾ പറഞ്ഞത് നമ്മളൊരു ഒരു ആക്ടിവിറ്റി ചെയ്യാം എന്നാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ആക്ടിവിറ്റി. അപ്പൊ നമ്മൾ ചെയ്ത ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നമ്മളൊന്ന് ആ ഒരു വാഹനം നമ്മൾ സ്വന്തമായിട്ട് പണം കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാനായിട്ട് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് നമ്മൾ അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്തപ്പോ നിങ്ങളിൽ പലരും പറഞ്ഞത് ഒരു ചെറിയ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായി എന്നുള്ളതാണ്. ആ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നതിന്റെ ഒരു കാരണം നമുക്ക് നമ്മളുടെ കറന്റ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത്, നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് റേറ്റ് ചെയ്തിരുന്നു ഇതിനു മുൻപ്. അപ്പൊ ആ റേറ്റിംഗ് ഇതിന്റെ ഒരു കാരണമാണ്. ആ റേറ്റിംഗ് ഉള്ളത് കൊണ്ട് നമ്മളിലൊരു റെസിസ്റ്റൻസ് പെട്ടെന്ന് വരും. അതായത് ഈ 3 കോടി അല്ലെങ്കിൽ 5 കോടി വിലയുള്ള ഒരു വാഹനം ഞാൻ എന്റെ പൈസ കൊടുത്ത്, ലോണൊന്നുമല്ല, എന്റെ സ്വന്തം പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു എന്ന് ചിന്തിക്കാനുള്ള ആം, ഒരു ഫ്രീഡം നമുക്ക് അവിടെ കിട്ടുന്നില്ല. എന്നാൽ നമ്മൾ നമ്മളുടെ ഫ്യൂച്ചർ സെൽഫിനെയും ഒന്ന് അസസ് ചെയ്തിരുന്നു ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10, അല്ലേ? അപ്പൊ ഈ ഫ്യൂച്ചർ സെൽഫിൽ നിന്നുകൊണ്ട് ഒരു 3 വർഷം അപ്പുറത്തേക്ക് പോയിട്ട് നമ്മൾ ഈ വാഹനം ഓടിക്കുന്നതായിട്ട് നമ്മളൊന്ന് സങ്കല്പിച്ചപ്പോൾ നമുക്ക് അത്രയും ഒരു റെസിസ്റ്റൻസ് ഉണ്ടായില്ല. അതിന്റെ ഒരു കാരണം, നമ്മളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ ബോധപൂർവം നമ്മൾ തന്നെ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന കുറേ വിശ്വാസങ്ങൾ, അതിനെ നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയും. സാധാരണയായിട്ട് സൈക്കോളജിയിൽ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ, എനിക്കിതിന് അർഹതയില്ല, എനിക്കിത് സാധിക്കുമോ, അല്ലെങ്കിൽ ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത് എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുൻപ് കാണിച്ച ഒരു സ്ലൈഡിൽ മൈൻഡ് മാറ്റേഴ്സ് എന്ന് ഞാനൊരു ആം, ഒരു ടൈറ്റിൽ കൊടുത്തിരുന്നു, അല്ലേ? ആ മൈൻഡ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കോർ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളുടെ സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ നമ്മളുടെ ഒരേ മൈൻഡ് സെറ്റ് നമ്മൾ വർഷങ്ങളായിട്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയാണ്, കോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരേ മൈൻഡ് സെറ്റ് കുറേ കാലങ്ങളായിട്ട്, 30-40 വർഷങ്ങളായിട്ട് നമ്മൾ തന്നെ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ കുറെ പെർസീവ്ഡ് തോട്ട്സ്, അതായത് നമ്മൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കുറെ ചിന്തകൾ, അതേപോലെ തന്നെ നമ്മൾ കുറെ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി എടുത്തിട്ടുള്ള നമ്മളുടേതായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. അപ്പൊ ആ സെയിം മൈൻഡ് സെറ്റ് നമുക്ക് തരുന്നത് സെയിം ഹാബിറ്റ്സ് ആണ്. സെയിം ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന അതേ കാര്യം, നമ്മൾക്ക് ഈ പറയുന്ന സംശയങ്ങൾ, നമ്മൾ ആദ്യം ഒന്ന് ചെയ്ത് തുടങ്ങും ഒരു കാര്യം, ഒരു മാസം വരെയൊക്കെ അത് നന്നായിട്ട് പോകും. അതിനുശേഷം ഒരു പക്ഷേ അതങ്ങ് നിന്നു പോകും. അതിന് നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറേ റീസൺസും ഉണ്ടാവും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ എവിടെയാണോ നിന്നത് അവിടെ തന്നെ വന്ന് നമ്മൾ നിൽക്കും. അപ്പൊ അതാണ് നമ്മളുടെ സെയിം മൈൻഡ് സെറ്റ്, സെയിം ഹാബിറ്റ്സ്, യു ഗെറ്റ് ദ സെയിം റിസൾട്ട്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ബോധപൂർവമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ഉണ്ടാക്കുകയാണെങ്കിൽ, ബോധപൂർവം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളിൽ തന്നെ ഒരു എഫേർട്ട് എടുത്ത് നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ചില ശീലങ്ങളിലുള്ള മാറ്റങ്ങൾ, അത് നമുക്കൊരു പുതിയ, അതായത് നമ്മളുടെ മൈൻഡ് സെറ്റ് മാറുമ്പോൾ, നമ്മളുടെ ആ ഒരു ചിന്താഗതി മാറുമ്പോൾ നമ്മളിലേക്ക് പുതിയ പുതിയ ശീലങ്ങൾ ഉണ്ടാകും. ആ ശീലങ്ങൾ നമുക്ക് തരുന്നത് ഒരു പുതിയ റിസൾട്ട് ആയിരിക്കും. ആഹ് ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പറയുന്ന, നമ്മളൊരു കാര്യം ചെയ്യുക, അതിനുശേഷം നമ്മൾ ആ കർമ്മത്തിന്റെ ഫലം നമ്മൾ അതിനെ എക്സ്പെക്ട് ചെയ്യേണ്ട എന്ന് പറയും, അല്ലേ? നമ്മളുടെ ഇന്ത്യൻ തത്വസംഹിതയിലൊക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്മളുടെ ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പ്രിൻസിപ്പിൾ ശരിക്കും ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആണ്. ഒരുപാട് മറ്റുള്ള പല സംസ്കാരങ്ങളിലും ഇത് വളരെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോ ജാപ്പനീസ് പ്രിൻസിപ്പിൾ ആണ് ഗൻബത്തെ എന്ന് പറയും. ഗൻബത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡു യുവർ ബെസ്റ്റ് ആൻഡ് മൂവ് ഫോർവേഡ് എന്നാണ്.
അപ്പോ ഗൻപത്തയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇപ്പൊ നമ്മളുടെ ഫാമിലിയിലുള്ളവരോ നമ്മളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒരു പുതിയ ചാലഞ്ച് അവർ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിരിക്കാം, അല്ലെങ്കിൽ അവർ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സംരംഭമായിരിക്കാം, ചിലർ ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പോകുമായിരിക്കും. അത് ഞാൻ തമാശക്ക് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചലഞ്ചിനെ നേരിടാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ അവരോട് പറയാറുള്ളത് ബെസ്റ്റ് ഓഫ് ലക്ക് അല്ലെങ്കിൽ ഗുഡ് ലക്ക് എന്നാണ്. ഇത് നമ്മൾ എപ്പോഴും എക്സ്റ്റേണലി പ്ലേസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതായത് നമ്മളുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, നമുക്ക് ചുറ്റുമുള്ള സംഗതികൾ നന്നായി വന്നാൽ ഇത് നമുക്ക് നല്ലതാകും എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഗുഡ് ലക്ക് അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് ലക്ക്, ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഈ ജാപ്പനീസ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ഗൻപത്തെ എന്നാണ് അവര് ഇതുപോലെയുള്ള പുതിയ ചാലഞ്ചസ് ഏറ്റെടുക്കാൻ പോകുന്ന ആൾക്കാരോട് പറയുക. ഗൻപത്തെ എന്ന് പറഞ്ഞാൽ ഡു യുവർ ബെസ്റ്റ് ആൻഡ് മൂവ് ഫോർവേഡ്. നിങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആ റിസൾട്ടിനെ പറ്റി ആകുലപ്പെടാതിരിക്കുക. നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ റിസൾട്ടും നല്ലതായിരിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. ഇനി നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് അല്ല വരുന്നതെങ്കിൽ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്തു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ആ ഒരു കോൺസെപ്റ്റിന്റെ മീനിങ്. അപ്പോ ഇപ്പൊ നമ്മൾ ഈ മൈൻഡ് സെറ്റിന്റെ ചേഞ്ചിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമുണ്ട് അല്ലേ? മൈൻഡ് സെറ്റ്, ശരി, ഞാൻ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാം. അപ്പൊ ഞാൻ എങ്ങനെ ഈ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യും, എന്റെ ലിമിറ്റിംഗ് ബിലീഫ്സ് എങ്ങനെ മാറ്റും എന്നുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു സർപ്ലസ് മൈൻഡ് സെറ്റിലേക്ക്, ഇപ്പൊ നമ്മൾക്കുള്ള ആ ഒരു ഡെഫിസിറ്റ് മൈൻഡ് സെറ്റിൽ നിന്നും ഒരു സർപ്ലസ് മൈൻഡ് സെറ്റിലേക്ക് എത്തി നമ്മൾ എങ്ങനെ ഒരു ഗോള് സെറ്റ് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് പറ്റുന്ന കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. നമ്മൾ ഈ കൾച്ചറൽ സ്കേപ്പ് എന്ന് പറയും. ഒരു കൾച്ചറൽ സ്കേപ്പ് എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക ഒരു ഒരു എന്താണ് പറയുന്നത്, ഒരു സ്റ്റേറ്റസ്, ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു സംഗതി നമുക്കിടയിലുണ്ട്. ഈ കൾച്ചറൽ സ്കേപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള നമ്മളുടെ സൊസൈറ്റിയിൽ നിന്നും നമ്മളുടെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരിൽ നിന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ഇതാണ് ശരിയെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെ നമുക്കൊരു കൾച്ചറൽ സ്കേപ്പ് എന്ന് പറയാം. അതായത് ഇപ്പോ ഇന്ന ആൾക്ക് മാത്രം ഇതറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇന്ന ജോലി ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ചില പ്രത്യേക വിഭാഗത്തിലുള്ളവർക്ക് മാത്രമേ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇപ്പോ മാത്സിനോ സയൻസിനോ ഒക്കെ മാർക്ക് കുറവാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്പേസിനെ പറ്റി പഠിക്കാനും അല്ലെങ്കിൽ ജിയോളജി പഠിക്കാനും ഒക്കെ നമുക്ക് വളരെ ഇഷ്ടമാണെന്ന് വെച്ചു. ആസ്ട്രോണോമി പഠിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾക്ക് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണക്കിനോ അല്ലെങ്കിൽ സയൻസിനോ ഒക്കെ നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ സാധാരണയായിട്ട് നമ്മളോട് എല്ലാവരും പറയുന്നത് എന്താണ്? ഓ, നിനക്ക് അത് പഠിക്കാൻ പറ്റില്ല. കാരണം നിനക്ക് അതിനൊക്കെ ഒന്നും മാർക്ക് കുറവായിരുന്നു. അതുകൊണ്ട് നിനക്ക് പറ്റില്ല എന്ന് പറയും. അപ്പൊ നമ്മളുടെ ഉള്ളിൽ വരുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, എനിക്ക് മാർക്ക് കുറവായിരുന്നു. അതുകൊണ്ട് എനിക്കത് പഠിക്കാൻ പറ്റില്ല. ഞാന് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും അല്ലെ 9ലും 10ലും ഒക്കെ ഞാന് ശ്രമിച്ചു നോക്കിയിട്ട് എനിക്ക് മാർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് സാധിക്കില്ല. അതേപോലെ തന്നെയുള്ള കുറേ നമ്മളുടെ കുറേ ബിലീഫ് സിസ്റ്റംസ്, അതായത് ഇപ്പോ ഒരുപാട് പേർക്ക് ഉള്ള ആം, ഒരു വിശ്വാസം, ഒരു അന്ധവിശ്വാസം എന്ന് പറയാം. ഈ കറുത്ത പൂച്ചയെ കണ്ടു കഴിയുമ്പോൾ, കറുത്ത പൂച്ചയെ കണ്ടാൽ വളരെ മോശമാണ്, നമ്മളുടെ ദിവസം ഭയങ്കര മോശമാകും, അല്ലെങ്കിൽ കറുത്ത പൂച്ച എന്തോ ഒരു വലിയ മോശം സംഭവമാണ് എന്ന് ചിന്തിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? അപ്പോ എന്നോട് ഇതിനു മുൻപ് ഒരാൾ ഇതുപോലെ ചോദിച്ചതാണ് ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പെറ്റ് ക്യാറ്റ് ഉണ്ടായിരുന്നു. അവൻ നല്ല കറുത്തെന്ന് പറഞ്ഞാൽ കറാന്ന് കറുത്ത ഒരു പൂച്ചയാണ്. എനിക്ക് ഒരു ഫെറൽ ക്യാറ്റ് ആയിരുന്നു. എനിക്ക് അവനെ ഒരു റോഡിന്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ നമ്മൾ അതിനെ അഡോപ്റ്റ് ചെയ്തതാണ്. പുള്ളിക്ക് ആകെ 1.5 കിലോ ഭാരവും 1.5 ടണ്ണിന്റെ ആറ്റിറ്റ്യൂഡുമാണ്. അപ്പൊ പുള്ളിയെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഉം, ഉം, പേടിച്ച് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട്. ഇദ്ദേഹത്തിന്റെ വീട്ടില് വലിയ 2 പട്ടിയുണ്ട്.
അത് ഒന്ന് ബേർണീസ് മൗണ്ടൻ ഡോഗ്, അത് കുറച്ച് വലിയ ഇതാണ്. അതുപോലെ സെയിന്റ് ബെർണാർഡ് എന്ന് പറയുന്നത് ഭയങ്കര സൈസുള്ള പട്ടികളാണ്. അപ്പൊ ഈ 2 ഡോഗ്സിനെയും വീട്ടിൽ വളർത്തുന്ന അദ്ദേഹം ഈ 2 ഡോഗ്സുമായിട്ട് ഭയങ്കര കൂട്ടും. ഇവര് നമ്മളുടെ അടുത്ത് വരുമ്പോ തന്നെ നമുക്ക് പേടിയാണ്. ഇത്രയും വലിയ പട്ടിയെ വളർത്തുന്ന വ്യക്തിയാണ് ഈ ഒരു 1.5 കിലോ ഭാരമുള്ള ഒരു കുഞ്ഞു പൂച്ചയെ കാണുമ്പോ ആകെ പേടിക്കും. അപ്പൊ ഞാനതിന് പറയുന്ന ഒരു മറുപടി, ഇപ്പൊ ഒരു കറുത്ത പൂച്ച വട്ടം ചാടുന്ന ദിവസമാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, ആ ദിവസമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന ഒരുപാട് വിചാരങ്ങൾ, ഒരുപാട് വിശ്വാസങ്ങൾ നമ്മളുടെ ഉള്ളിലുണ്ട്. നമ്മളെ ഇങ്ങനെ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. ആം, ഇപ്പൊ പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കില് മുതിർന്നവരോട് നമ്മള് ഉറക്കെ സംസാരിക്കാൻ പാടില്ല, മുതിർന്നവരെ എതിർത്ത് സംസാരിക്കാൻ പാടില്ല. നമ്മള് പണ്ട് മുതലേ നമ്മളെ പഠിപ്പിക്കുന്നതാണ്, പണം എന്ന് പറയുന്നത് ഒരു ഈവിൾ ആണ്. അല്ലെങ്കിൽ പണമല്ല എല്ലാം. പണത്തിന് മേളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കും. പക്ഷേ നമ്മൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, അങ്ങനെ അല്ല. നമുക്ക് പണത്തിന് പണം തന്നെ വേണം. അതുപോലെ മുതിർന്നവരെ നമ്മള് ചിലപ്പോ, എല്ലാരുമല്ല, ഞാൻ ജനറലൈസ് ചെയ്ത് പറയുകയല്ല. എന്നാലും നമ്മളിപ്പോ എതിർത്തില്ലെങ്കിൽ അത് നമ്മൾക്ക് ദോഷകരമായിട്ട് വരുന്ന അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. അതുപോലെ നമ്മളെ ഈ ഒരു കാര്യത്തിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് പലപ്പോഴും നമുക്ക് ഒരു ചോദ്യം ചോദിക്കണം എന്ന് തോന്നിയാൽ, ഒരു കാര്യം ശരിയല്ല എന്ന് തോന്നിയാൽ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ ബിലീഫ്സ്, ഇതുണ്ടാക്കുന്ന ഇമോഷൻ, ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ അത് സ്റ്റോർ ചെയ്ത് ഇരിക്കുകയാണ്. ഇതിനെയൊക്കെ ഒന്ന് അൺലേൺ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മളത് അച്ചീവ് ചെയ്യാനാണ്. അല്ലെങ്കിൽ ഈ ഗോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ റിസൾട്ട് ആണ്. ആ ഗോൾ വരെയുള്ള ഒരു പ്രോസസ്സ് ഉണ്ട് നമുക്ക്. ആ ആക്ഷൻസ് എടുക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കുറെ കാര്യങ്ങളെ നമ്മൾ അൺലേൺ ചെയ്യുക തന്നെ വേണം. ഇനി നമുക്ക് ഇതിന്റെ എല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത് അവനവനിലുള്ള ഒരു വിശ്വാസമാണ്. ട്രസ്റ്റ് ഇൻ സെൽഫ് എന്ന് പറയും. അത് ഇപ്പൊ ഞാൻ വിചാരിക്കണം, എനിക്ക് ചിലപ്പോ ഒരുപാട് കാര്യങ്ങളെ പറ്റി അറിയാമായിരിക്കും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും. ആം, പക്ഷെ ഇതിനെ ഞാൻ ആക്ഷൻ എടുത്തില്ലെങ്കിൽ, അതായത് ഈ നമുക്ക് മുൻപുണ്ടായ ഈ ഒരു കണ്ടീഷനിങ്, അതായത് നിനക്കിത് ചെയ്യാൻ സാധിക്കില്ല, നിനക്കിത് അറിയില്ല, ഇതിന് നീ അർഹയല്ല അല്ലെങ്കിൽ അർഹനല്ല എന്ന് നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ആ ഒരു കണ്ടീഷനിങ് കൊണ്ട് നമ്മളിലുണ്ടാവുന്ന ഒരു ഡിസ്ബിലീഫ് ഉണ്ട്. അതായത് എനിക്കിതൊന്നും പറ്റില്ല, എനിക്ക് 4 പേരുടെ മുന്നിൽ പോയി നിന്ന് സംസാരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറൊരു ക്ലാസിക് എക്സാമ്പിൾ ആണ്, ഞാനൊരു പുരുഷനാണ്, ആൺകുട്ടികൾ കരയാൻ പാടില്ല, പുരുഷന്മാര് വിഷമിക്കാൻ അല്ലെങ്കിൽ അവരുടെ വിഷമം പുറത്ത് കാണിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കണ്ടീഷനിങ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ട്രസ്റ്റ് നമുക്ക് ഉണ്ടാകാതെ വരും. ഞാനൊരു എക്സാമ്പിൾ ചോദിച്ചപ്പോൾ നിങ്ങൾ പലരും പറയുകയും ചെയ്തു, ആ ശരിയാണ്, ഇങ്ങനെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇപ്പോ നമ്മൾക്ക് ചെറുപ്പത്തില് നമ്മളൊന്നും ഒരു പക്ഷേ ഒരുപാട് ധനമുള്ള ഒരു മാതാപിതാക്കളുടെ മക്കളായിട്ടായിരിക്കില്ല ഒരു പക്ഷേ നമ്മൾ വളർന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മളിലുള്ള ഒരു ട്രസ്റ്റ് കുറയാൻ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വിചാരിക്കും, അങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്നെപ്പറ്റി ഭയങ്കര ധൈര്യം, അല്ലെ എനിക്ക് നല്ല വിശ്വാസമാണ്. പക്ഷെ പല അവസ്ഥകളിലും നമ്മൾ ഈ വിശ്വാസം കുറയുന്നതായിട്ട് കാണും. അപ്പൊ ആ ഒരു ട്രസ്റ്റ് നമ്മളിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. ഇപ്പൊ പലരും പറയുമോ, ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസം ഞാന് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ഒരു വാക്കാണ്, നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അതിന്റെ 4-1 കഴിവുകൾ പോലും എനിക്കില്ല. അതൊരു അത് ഒരു കോണ്ടെക്സ്റ്റ് വേറെയാണെങ്കിലും ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സ്കിൽ എന്താണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇപ്പൊ എല്ലാവർക്കും ഈ സ്കിൽ എന്ന് പറയുന്നത് പടം വരയ്ക്കാനോ, അല്ലെങ്കിൽ ഒരു ചിത്രകാരനോ, അല്ലെങ്കിൽ ഒരു മ്യൂസിഷ്യനോ, ഒരു ഡാൻസറോ എന്നുള്ളത് മാത്രമല്ല. സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും. നമുക്ക്